ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാക്ട് ഫൈൻഡർ PSC. 10th പ്രിലിംസ് പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ചില ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത്. കേരളത്തിലെ വള്ളംകളികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ആരംഭിച്ച വർഷം ഏതാണ്? 2019. 2019 കേരളത്തിലെ വള്ളംകളികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ആരംഭിച്ചത്. തിരുവിതാംകൂർ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈഴവർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഭഗത് സിംഗ്. 1766 ഹൈഡ്രജൻ വാതകത്തിന് കത്തിപ്പിടിക്കുന്ന വായു എന്ന് പേരിട്ട ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി കാവൻഡിഷ്. ഡിഫ്തീരിയ എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു? ബാക്ടീരിയ. ബാക്ടീരിയയാണ് ഡിഫ്തീരിയ ഉണ്ടാവാൻ കാരണമാവുന്നത്. ലാസിക് നേത്ര ശസ്ത്രക്രിയയിൽ കോർണിയയുടെ ആകൃതി മാറ്റാൻ ഉപയോഗിക്കുന്ന ലേസർ ഏതാണ്? എക്സൈമർ ലേസർ. 1920 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? കസ്തൂരിരംഗ അയ്യങ്കാർ. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഏത് സ്ഥാപനമാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇന്ത്യയിലെ ഏത് നദിയാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത്? ഗോദാവരി. ഗോദാവരിയാണ് വൃദ്ധഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? ബി രാമകൃഷ്ണ റാവു. 1802 പനമരം കോട്ട പിടിച്ചെടുക്കാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച കുറിച്യ നേതാവ് ആരാണ്? തലക്കൽ ചന്തു. താമരയുടെ ശാസ്ത്രീയ നാമം എന്താണ്? നെലിംബോ ന്യൂസിഫെറ. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഡെറാഡൂൺ. ഡെറാഡൂൺ ആണ് ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ഏതാണ്? സംക്ഷേപ വേദാന്തം. 1977 ജനതാ സർക്കാർ നിയമിച്ച അശോക് മെഹ്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? പഞ്ചായത്തി രാജ്. കേരളത്തിൽ ഇൽമനൈറ്റിന്റെയും മോണോസൈറ്റിന്റെയും നിക്ഷേപം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ജില്ല ഏതാണ്? കൊല്ലം. കൊല്ലം ജില്ലയിലാണ് കേരളത്തിൽ ഇൽമനൈറ്റിന്റെയും മോണോസൈറ്റിന്റെയും നിക്ഷേപം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് 2020 ജനുവരി 10. ഏത് വിറ്റാമിനിന്റെ കുറവാണ് പെല്ലഗ്ര എന്ന രോഗത്തിന് കാരണമാവുന്നത്? വിറ്റാമിൻ B3. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത്? വിറ്റാമിൻ സി. സയാനോ കൊബാലമിൻ എന്നത് ഏത് വിറ്റാമിന്റെ രാസനാമമാണ്? വിറ്റാമിൻ B12. കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത്? പൂന്താനം. പൂന്താനമാണ് കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത്. ഇലക്ട്രിക് മണ്ണ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്? ബയോപോളിമർ സെല്ലുലോസ്. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം ആരുടെ പ്രധാന കൃതിയാണ്? രാജാറാം മോഹൻ റായ്. ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗം? ആംബ്ലിയോപിയ. അരയ സമാജം സ്ഥാപിച്ചത്? പണ്ഡിറ്റ് KP കറുപ്പൻ. ഇന്ത്യൻ റെയിൽവേയുടെ ദേശസാൽക്കരണം നടന്ന വർഷം? 1951. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത്? മന്നത്ത് പത്മനാഭൻ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്നത്? ദാദാബായ് നവറോജി. ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ പ്രക്ഷേപണം നടത്തിയ നഗരം? മുംബൈ.